ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അൽഹംദുലില്ലാഹ് ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബീഫൊന്നും ആദ്യം വേവിച്ചെടുക്കാതെ പച്ചക്ക് വേവിച്ച് ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പിയായിട്ട് ഇവിടെ കാണിക്കണത്. അപ്പോൾ അത് 6 കിലോ ബീഫാണ് കേട്ടോ. അതൊക്കെ നല്ലോണം കേക്ക് വെള്ളം ചോർന്നിട്ട് ഒരു ചെമ്പൊക്കെ ഇട്ട് കൊടുത്തു. നമ്മൾ ബിരിയാണി ദം ചെയ്യണ ചെമ്പ് തന്നെയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് സവാള കട്ട് ചെയ്തത് 2 കിലോ സവാള കട്ട് ചെയ്തതായിട്ട് ഇട്ടെടുത്തത്. അതേപോലെ 1.5 കിലോ തക്കാളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി. അപ്പോൾ ഒരു 200 ഗ്രാം വെളുത്തുള്ളി, ഒരു 300 ഗ്രാം ചെറിയുള്ളി, 150 ഗ്രാം ഇഞ്ചി, ഒരു 150 ഗ്രാം പച്ചമുളക്. ഇതൊക്കെ നല്ലോണം ചതച്ച് വെച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടമാകാൻ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അതേപോലെ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. പിന്നെ മല്ലിച്ചപ്പ്, പുതിന, ഇത് ഞാൻ ഒരു 30 രൂപക്ക് വാങ്ങിയിട്ട് അത് കട്ട് ചെയ്തുകൊണ്ട് അതങ്ങനെ ഇട്ട് കൊടുത്തു. നമ്മൾ എന്തൊക്കെയാണോ ബിരിയാണിക്ക് ഇടുന്നത് അതൊക്കെ ഈ ബീഫിക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വിനാഗിരി അത് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതൊരു 1/4 കപ്പ് വിനാഗിരി ഉണ്ടാവും കേട്ടോ. ബീഫ് ആയതുകൊണ്ട് അത്യാവശ്യം വിനാഗിരി വേണം. പിന്നെ പാകത്തിന് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ 6 ചെറുനാരങ്ങൻ്റെ നീര് അതൊഴിച്ച് കൊടുക്കുക. പിന്നെ തൈര് ഒരു 1.5 പാക്ക് തൈര് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു പാക്ക് ഇപ്പം ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തു. പിന്നെ പുളിയില്ലാതെ തോന്നിയപ്പം പിന്നെ ഒരു 1/2 പാക്ക് അങ്ങനെ അത് ഒഴിച്ച് കൊടുത്തേക്കണം. അങ്ങനെ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം 1 കിലോ ബീഫിക്ക് 1 സ്പൂണ്. അപ്പം അങ്ങനെ 6 കിലോക്ക് 6 സ്പൂണ് എന്നുള്ള തോതിൽ അങ്ങനെ ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി കളറിന് വേണ്ടി ഞാൻ കുറച്ചിട്ട് കൊടുത്തേക്കാം കേട്ടോ. ഒരു 2-3 സ്പൂൺ ഇട്ട് കൊടുത്തേക്കണം. പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പം 1 കിലോക്ക് ഒരു 2 സ്പൂൺ എന്നുള്ള രീതിയിൽ അങ്ങനെ 6 കിലോക്കുള്ളത് അങ്ങനെ ഇട്ട് കൊടുത്തേക്കണം. അതേപോലെ പെരുംജീരകം, അതേപോലെ ബിരിയാണി മസാല 1 കിലോക്ക് 1 സ്പൂണ്, അങ്ങനെ 6 സ്പൂണ്. അതേപോലെ തന്നെയാണ് കുരുമുളക് കേട്ടോ. അപ്പോൾ എരിവിന് അത്യാവശ്യത്തിന് കുരുമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് എല്ലാ മസാലകളും നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളിയും ഉള്ളിയും വിനാഗിരിയും നമ്മളെ ചെറുനാരങ്ങ നീരും ഒക്കെ ഒഴിച്ച് കൊടുത്തല്ലോ. ഉപ്പും കല്ലുപ്പാട്ട് കൊടുത്തത് ഇതൊക്കെ വെച്ച് കൈ വെച്ചിട്ട് നല്ലോണം ഞെരടി കുഴക്കുക ഈ ബീഫ്. അപ്പോൾ കുരുമുളക് ഇട്ടെടുത്തിട്ടില്ല കേട്ടോ. വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ, ഇട്ടെടുത്തിട്ടില്ല. പിന്നീട് ഞാൻ ഇട്ടെടുത്തു. അങ്ങനെ നമ്മളെ ബിരിയാണിൻ്റെ മസാലയൊക്കെ സെറ്റായിട്ടോ. നമുക്ക് അരിയൊക്കെ തിളപ്പിച്ച് വെട്ടി ഇതിൻ്റെ മുകൾക്ക് ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് ബീഫ് വേവൂല എന്നുള്ളൊരു പേടി ഉണ്ടാവുമല്ലോ പച്ചക്ക് വെക്കുമ്പോൾ. അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമല്ല കേട്ടോ. അങ്ങനെ വെക്കുമ്പോൾ ആ പേടിയേ വേണ്ട. അതേപോലെ 5 കിലോ മന്തി ഇട്ടതിൻ്റെ കൂടെ. അപ്പോൾ ആ മന്തിൻ്റെ ചിക്കനൊക്കെ നല്ലോണം മസാലയൊക്കെ തേച്ച് അതും അടച്ച് വെച്ചിരിക്കണം. അപ്പം ഹെൽപ്പിന് മുത്തശ്ശി താത്ത വരും കേട്ടോ. എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ ഒരുവിധം പണിയൊക്കെ കഴിച്ച് വെച്ചേക്കാണ്. അപ്പം അങ്ങനെ അരിയൊക്കെ ഇട്ടെടുക്കാനായപ്പോൾ താത്ത എത്തി. അങ്ങനെ വെള്ളം തിളച്ചപ്പോൾ ഉപ്പിട്ടെടുത്തു കേട്ടോ. കല്ലുപ്പിട്ട് കൊടുത്തേക്കണേ. വെള്ളം തിളച്ചിട്ടാണ് അരി ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇന്നത്തെ അരി ഞാനൊന്ന് മാറ്റി പിടിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ കൈമ റൈസോ അതേപോലെ ദുൽഹാൻ ഇതൊക്കെയാണ് ഞാൻ എടുക്കൽ. ഇന്ന് ഞാൻ ബിരിയാണി ഷെഫ് പറഞ്ഞൊരു അരി കേട്ടോ. അത് ഞാൻ അതിൻ്റെ മുന്നേ നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിന് വെച്ച് നോക്കിക്കണം. അപ്പോൾ അടിപൊളി അരിയാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ജീരകശാല അരിയാണ്. അപ്പോൾ അതുകൊണ്ട് ബിരിയാണി വെച്ചാൽ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ അങ്ങനെ അത് വെച്ചുകൊണ്ടാണ് ഇന്ന് ചെയ്തെടുക്കുന്നത്.
പിന്നെ ഈ വെള്ളത്തിക്കനെ കുറച്ച് ക്യാരറ്റൊക്കെ ഇട്ട് കൊടുത്തിക്കണം. അതൊന്നും വീഡിയോയിൽ കണ്ടിട്ടില്ല. അപ്പം ഇന്ന് രാവിലെ തന്നെ ഇനി പായസം നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ട പായസം കൊടുത്തതും ഒക്കെ. അപ്പം പിന്നെ ചോറും ഒക്കെ ഉണ്ടായപ്പോൾ ഞാൻ താത്താനെ വിളിച്ചതാണ് കേട്ടോ. അപ്പം അതിനെ തിളപ്പിച്ച് വിട്ടത് ഈ ബീഫിൻ്റെ മുകൾക്കാണ് ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിൽ വായൻ്റെലൊന്നും വെച്ച് കൊടുത്തിട്ടില്ല. ബീഫിൻ്റെ മേലേക്ക് നേരെ അങ്ങനെ ഇട്ട് കൊടുത്തേക്കാണ്. പിന്നെ ഇടയിൽ നമ്മളെ ബിരിയാണി മസാലയും പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങനെ ഇടയിൽ ഇങ്ങനെ തൂവി കൊടുത്തു. അതേപോലെ ആർക്കേജിൻ്റെ നെയ്യും, ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയണതാണല്ലോ. അപ്പോൾ ആർക്കേജിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഒരു 300 ഗ്രാമാണ് ഇതൊക്കെ എടുത്തത്. ലാസ്റ്റ് നമ്മൾ സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ പൊരിച്ച് കോരിയ ഓയിലുണ്ടല്ലോ, നെയ്യും സൺഫ്ലവർ ഓയിലും കൂട്ടിങ്ങാണ്ട് പൊരിച്ച് കോരിയതാണ്, അത് ഒഴിച്ചെടുത്തു. അങ്ങനെ ബിരിയാണിയൊക്കെ സെറ്റായി അടുപ്പത്ത് വെച്ചു കേട്ടോ. അപ്പം ഒരു കൊള്ളി ഇങ്ങനെ 1 മണിക്കൂർ നമ്മളതിങ്ങനെ ചെറുതീയിൽ ഇങ്ങനെ കത്തിച്ചു കൊടുക്കുക. അപ്പം ആവി ഇങ്ങോട്ട് പുറത്തേക്ക് വരുവോളം കത്തിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ മന്തിൻ്റെ ചിക്കനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പൊരിച്ച് വെച്ചിരിക്കണേ. അപ്പം നമുക്ക് ചോറൊക്കെ അതിൻ്റെ മുകൾക്കൊന്ന് തിളപ്പിച്ച് ചുറ്റിങ്ങാണ്ട് അതും സെറ്റാക്കി എടുക്കുക. അപ്പം 5 കിലോ മന്തിയും 5 കിലോ ബിരിയാണിയും, അതിക്ക് 6 കിലോ ചിക്കനും 6 കിലോ ബീഫും അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അടുപ്പൊക്കെ മരം തന്നെ തള്ളിയിട്ടൊക്കെയാണ്. ഇങ്ങനെ അടുപ്പൊക്കെ ആകുമ്പോഴേ ഇങ്ങനത്തെ വിറകൊക്കെ ചിലവാകുള്ളൂ. അത് കൊത്തിക്കീറൊന്നും വേണ്ട, ഇങ്ങനെയാണ് വെച്ചുകൊടുത്താൽ മതി. അപ്പോൾ കണ്ടോ കുറഞ്ഞ കത്തലുള്ളൂ കേട്ടോ കത്തണത്. അപ്പം അങ്ങനെ നമ്മൾ ഈ പുറത്തേക്ക് ഇങ്ങോട്ട് ആവി പൊട്ടോളം കത്തിക്കുക. അപ്പം അങ്ങനെ വെക്കുമ്പോൾ ഒരു പേടിക്കണ്ട കേട്ടോ. അപ്പോൾ കണ്ടോ ആവി ഇങ്ങനെ ഈ നമ്മളെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പുറത്ത് പോണത് കണ്ടോ. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരണ്ട് നിങ്ങൾക്ക്. അപ്പം നമ്മളെ അത് തീയൊക്കെ കണ്ട് ഓഫ് ചെയ്ത് കണ്ട് ആ കനലിൽ അങ്ങനെ കിടക്കുക. അപ്പം മന്തിക്ക് തിളപ്പിച്ചിട്ടുള്ള അരിയൊക്കെ അപ്പുറത്ത് അരി ഇടാനുള്ള വെള്ളമൊക്കെ വെച്ചിക്കണ്. ഇപ്പോൾ കണ്ടോ വിറക് എത്ര മന്തി ബിരിയാണി ഉണ്ടാക്കാലും കഴിയാത്ത വിറകാണ്. വിറകിൻ്റെ നീളം കണ്ടോ. അങ്ങനെ വെള്ളമൊക്കെ തിളച്ചു. അപ്പം ഇനി മന്തിൻ്റെ അരിയൊക്കെ 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിന്, അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. മന്തിൻ്റെ അരിയൊക്കെ 1/4 വേവായപ്പോഴത്തേന് ഞാൻ ഊറ്റിയെടുത്തുകൊണ്ട് നമ്മളെ ചിക്കൻ ഉണ്ടല്ലോ അതിക്കിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു ട്രിപ്പ് അരി ഇട്ടെടുത്തപ്പോൾ പിന്നെ ഞാൻ യെല്ലോ കളർ ഉണ്ടല്ലോ ഫുഡ് കളർ, അതും അതേപോലെ മന്തി മസാലൻ്റെ പൊടിയും അങ്ങനെ തൂവി കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിൽ പിന്നെയും ചോറിട്ട് കൊടുക്കുക. ക്യാപ്സിക്കം കട്ട് ചെയ്തത് അതും ഇട്ട് കൊടുക്കണം കേട്ടോ.
അപ്പം അങ്ങനെ 2 ചോറും സെറ്റായിട്ടോ. അപ്പം അങ്ങനെ ഒരു മറക്കാതെ പുളിഞ്ചിയും അതേപോലെ മാങ്ങച്ചാറും വേണമെന്ന് അവർ പറഞ്ഞിരുന്നു. അപ്പോൾ ഓൾറെഡി നമ്മൾ മാങ്ങയും മാങ്ങഞ്ചിയും പാടെ അച്ചാറിട്ട് വെച്ചിക്കണല്ലോ. അപ്പോൾ അതിനും കുറച്ച് വെച്ചെടുത്തു. പിന്നെ സാലഡ് അതേപോലെ സോസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അതും ഉണ്ടാക്കി. അങ്ങനെ അതൊക്കെ ഫുഡൊക്കെ കൊണ്ടുപോയിട്ടോ. പിന്നെ കുറച്ച് കേക്കിൻ്റെ വർക്കുണ്ട്. ഹറി ബറിയുള്ള എന്താ പറയുക, വെറും തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ പാത്രങ്ങളൊക്കെ അങ്ങനെ താത്തോടെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ കേക്കിൻ്റെ പരിപാടി, ഈ കേക്കും തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇതും കൊടുക്കാനുള്ളതാണ്. ഇത് 2 കേക്കുണ്ട്. അപ്പം ക്രം കോട്ട് ചെയ്തുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചതിന് അപ്പോൾ ഫുള്ള് ഫിനിഷ് ചെയ്തിട്ട് എടുത്തിട്ടില്ല ഇനി. അപ്പോൾ അതിൻ്റെ ഫുള്ള് പണിയും അതും ചെയ്തെടുക്കുകയാണ്. അങ്ങനെ മാഷാ അല്ലാ അൽഹംദുലില്ലാ ഇന്നത്തെ വർക്കൊക്കെ പൂർത്തിയായിട്ടോ. അപ്പോൾ കേക്കിന് കൊടുക്കാനുള്ള സമയമായിരിക്കണം. അപ്പോൾ അതൊന്ന് കൊണ്ടു കൊടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.